ചിക്കൻ അൽഫാമാക്കാനായിട്ട് സബോള, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, ഒരു പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. അൽഫാമിനുള്ള ചിക്കൻ അൽഫാമിനുള്ള മസാലക്കൂട്ട് അരച്ചു. ചിക്കൻ കഴുകി വാരി മഞ്ഞൾ, ഉപ്പ്, ഗരം മസാല, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ ഇതൊക്കെ ഇട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ മസാലകൾ ചേർക്കും. ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വിനീഗർ ഒഴിക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ച് തേച്ച് കഴിഞ്ഞിട്ട് ഈ അരപ്പുള്ള തേക്കുന്നു. അൽഫാമിന് നമുക്ക് ഒന്ന് വരഞ്ഞിട്ടുണ്ട്. വരഞ്ഞ അരപ്പെല്ലാം തേച്ച് തിരുമ്മി വെക്കുന്നു. ശരിയായിട്ട് 4 കഷ്ണം മാറ്റി വെക്കുക. എല്ലാം ഫ്രീസർ വെക്കുന്നു. അരപ്പ് പിടിക്കാനായിട്ട് കയറ്റി വെക്കുന്നു. കുറച്ച് പീസുകൾ ചിരട്ട കത്തിച്ച് കനലെടുത്തിട്ട് ചിക്കൻ അൽഫാമിന് ചിരട്ട കത്തിച്ച് എടുത്തുകൊണ്ടിട്ടു. ചട്ടമറൊക്കെ കത്തി കനലായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുകളിലേക്ക് ഇന്ന് ഗ്രില്ല് വെക്കണം. ചിരട്ട കത്തി തീരാറായി. ചിക്കൻ അൽഫാം ഉണ്ടാക്കാനായിട്ട് എടുത്തു. അവരുടെ സമർപ്പണത്തിലെ നൈർമല്യമാണ് അവരുടെ മനസ്സിലെ നിർമ്മലമായ ഉദ്ദേശശുദ്ധിയാണ്. ഇതുകൊണ്ട് ഗ്രില്ലുണ്ട് വെക്കാം. യേശുവിന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു. ഞാൻ നേരത്തെ അതേക്കുറിച്ചുള്ള 2 ഗ്രില്ല് കനലിൻ്റെ മുകളിൽ വെച്ച് ചുടുന്നു. 10 മിനിറ്റ് കഴിയുമ്പം തിരിച്ചു വെക്കണം. ചിരട്ട കത്തിച്ച് കനലാക്കി എടുത്തു. ഇവിടെ പുകയുണ്ടാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ച് വെക്കാം. ഇനി ഇതൊന്ന് തിരിച്ചു വെക്കാം. കനലിലെ ഊതി കത്തിക്കും. ഫ്ലെയിം വേണ്ട, കനൽ മാത്രം മതി. ഫ്ലെയിം വന്നാൽ ശരിയല്ല. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഗ്രാമ്പു മസാല ഒരു ഏലക്ക ഇറങ്ങിയിട്ട് ഇട്ട് പച്ചമുളക് കറിവേപ്പില അരി ഒരു ഗ്ലാസ് അരി ചെറുതായിട്ട് വറക്കണം. അരി വറന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കും. ഒരു മൂടെ വെള്ളം ഒഴിച്ചു. ഒരു കപ്പ് വെള്ളം അരി മൂടെ വെള്ളം ഒഴിച്ചു. ഇനി അരിക്ക് ആവശ്യത്തിന് ഉപ്പിടണം. അരിക്കുള്ള ഉപ്പിട്ടു. അരിഞ്ഞിട്ടു. ഇനി മൂടി വെച്ച് വേവിക്കുന്നു. ഉള്ളിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുന്നു. ഇത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ മറിച്ച് കഴിക്കാം. കനലാവുന്നുണ്ടല്ലോ. ചോറിൻ്റെ വെള്ളം പറ്റി തുടങ്ങി. കുറച്ച് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് വെള്ളം പറ്റിക്കും.
മന്തി റൈസ് കുക്ക് ചെയ്യാം. റൈസിന് ഉപ്പുണ്ട്. അൽഫാം ചിക്കൻ കൊണ്ടുവന്നു. അരിയിലേക്ക് ചിക്കൻ ഇട്ടു. അൽഫാം കുഴിമന്തിയാക്കി. ഇനി ഇതിനെ ഒന്ന് കുഴയ്ക്കണം. ദമ്മാക്കണം. വെച്ച് നടുക്കോട്ട് നടുക്ക് ഓയിൽ കുറച്ച് ഓയിൽ ഒഴിക്കും. മൂട് പാത്രം മൂട്. അടപ്പെടുത്ത് ഓടിക്കുക പോയട്ടെ. 2 മിനിറ്റ് ദമ്മാക്കാം. അങ്ങനെ പുക കയറിക്കൊണ്ടിരിക്കുന്നു. കനൽ മാറ്റുക. കുഴിമന്തി ദമ്മാക്കി. അൽഫാം കുഴിമന്തി